മണിക്കൂർ മതിയോ? ഞാൻ 2 മണിക്കൂർ എങ്കിലും പറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിനും നോക്കിക്കേ, തീരുമാനമൊക്കെ സഹോദരന്മാരെ കൊടുക്കുന്ന ഫോൺ നോക്കിക്കൊണ്ടേ 2 മഞ്ഞയും എടുത്തിട്ടു. ബില്ലടിച്ചോ. അതേസമയം സഹോദരന്മാർ, ഞാൻ അതിന് ട്രിക്ക് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം എന്താന്ന് പറയുമ്പോ സഹോദരന്മാർ ഈ മഞ്ഞയ്ക്കകത്ത് വെള്ളമുള്ളതുകൊണ്ടോ സത്യത്തിൽ ആ സെയിൽസുകൾ പെട്ട് ഈ ചാണകപ്പച്ച ഉണ്ടോ? ഇല്ല. ഈ മഞ്ഞയ്ക്കകത്ത് പൂക്കളുള്ളതുണ്ടോ? ഇല്ല. ഇത് മൊത്തം ഇടിപ്പിക്കും. ആ റാക്കുള്ളത് മുഴുവൻ എടുത്തിടിപ്പിച്ചിട്ട് ആദ്യം എടുത്തൊരു സാധനം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പോമേ? ആദ്യം എടുത്തൊരു കാര്യം ഉണ്ടാക്കി. ഞാൻ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഇനി പറയുന്നത്. ആദ്യം എടുത്തിട്ട ഒരു കാര്യം എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അടുത്തങ്ങനെ നീ പോട്ടെ, അച്ഛാ ഇത് മതി വച്ചാ? അച്ഛാ ഇത് മതിയോ? അച്ഛൻ ഇഷ്ടപ്പെട്ടോ? ചോദിക്കത്തില്ലയോ? ഭർത്താവ് കൂടുണ്ടെങ്കിൽ ചോദിക്കത്തില്ലയോ? ഇല്ലയോ? ചോദിക്കത്തില്ലയോ? ചോദിക്കും. അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെൻസിന് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ എടുക്കാൻ അവർക്ക് പെട്ടെന്ന് കഴിയും. എന്നാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര മണിക്കൂർ ചെലവഴിച്ചാലും ആ ഡിസിഷന്റെ ഫൈനൽ വരണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് ഞാൻ എന്തെങ്കിലും പറയാം, വേറെ പറയാം. ലൈവ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഭാര്യ കേൾക്കത്തില്ലല്ലോ. ഞാൻ പൈസ കൊടുത്തിട്ട് പറയും, നീ പോയി ഒന്ന് വാങ്ങിച്ചു, നീ എടുക്കുന്ന എന്താണോ അതാണ് എനിക്കിഷ്ടം. നമ്മൾ ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ തുണിക്കടയിൽ പോയി 2 GB തീർന്നാലും തുണിയെടുത്ത് തീരത്തില്ലെന്ന്. പിന്നെ ഞാൻ വില കാണാൻ ചോദിക്കുന്നത് വൈഫൈ ഉണ്ടോന്ന്. കാരണം 2 GB തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സഹോദരന്മാർ തീരുമാനമെടുക്കുന്നതിനും വ്യത്യസ്തമായ വഴികൾ. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായോ? അപ്പോ 2 വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതും. നമ്മുടെ അനാട്ടമിയും നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളും നമ്മുടെ ഗുണവും നമ്മുടെ ദോഷവുമെല്ലാം. അപ്പോ ഇത്തരം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ ഈ സ്വഭാവം മാറ്റാൻ പറഞ്ഞെ കൊണ്ട് പറ്റൂ? ഇതിനേക്കാളും വലിയൊരു ഏറ്റെടുക്കാൻ നടന്നില്ല. ഇവരങ്ങനെ തെരഞ്ഞെടുക്കത്തുള്ളൂ, അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അവർക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ തുണിക്കട ചെലവഴിച്ചെങ്കിലേ അവർക്ക് പറ്റത്തുള്ളൂ. ആ സ്വഭാവത്തെ മാറ്റാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ഈ സ്വഭാവത്തെ മാറ്റാൻ നോക്കുന്നവരാണ് തോറ്റുപോകുന്നത്. ഇതാണ് അവരുടെ യാഥാർത്ഥ്യമെന്നും ഇവരുടെ സ്വഭാവത്തിന്റെ നന്മ ഇതാണെന്നും വൈകല്യം ഇതാണെന്നും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ എടുത്തോ, ഞാൻ മാറിയിരുന്നോളാം, വഴക്കിൽ പ്രശ്നമൊന്നും തീർന്നല്ലോ. അല്ലാതെ തുണിക്കടയെ കൊണ്ട് കിട്ടും. എത്ര മണിക്കൂറായി, എന്തിനാണ് ഇത്രയും നേരം നിൽക്കുന്നത്? തീരത്തില്ലത്. പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. അവിടെ ആ വൈകല്യമല്ല, അവരുടെ സ്വഭാവം, മെക്കാനിസം അങ്ങനെയാ. അതിനെ മാറ്റാൻ നാം ഒരു കാരണവശാലും ശ്രമിച്ചാൽ പരാജയപ്പെട്ട ബോധമുള്ളൂ. നാം ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. എന്നൊരു കാര്യം പറയാം, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ജയിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ ജയിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ എന്തോ ചെയ്യാൻ ഭാഷ മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ എന്റെ ഭാര്യ എത്ര സ്നേഹനിധിയാണ്, എന്റെ ഭർത്താവ് എത്ര എന്നെ കരുതുന്നുണ്ട്, എന്റെ ഭർത്താവ് എന്നെ എത്ര ആഴമായി സ്നേഹിക്കുന്നുണ്ട്.
എന്നൊക്കെ മനസ്സിലാകുന്നത്. ഹലോ, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എവിടെങ്കിലും ഒക്കെ ബ്ലിങ്ക് ചെയ്തോ? ബ്ലിങ്ക് അടിച്ചോ? മാമ കൈകൊക്കി, ഷാളിടാനാണെങ്കിൽ കൈകൊക്കിയതെങ്കിലും. എനിക്കറിയാം നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കറിയാം എവിടൊക്കെയോ ഇത് കൊള്ളുന്നുണ്ട്, എവിടൊക്കെയോ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, എവിടൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ നല്ല നല്ല മനസ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കുറവാണ് പലപ്പോഴും കുടുംബത്തിലെ വലിയ വിഷയങ്ങൾക്ക് കാരണമായി തീരുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നു? എവിടെങ്കിലും കമ്മ്യൂണിക്കേഷന് കുറവുണ്ടോ? കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം വരുത്തുക. നോക്കിക്കേ, ഈ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര നിരാശയും സമ്മർദ്ദവും കയറി വരും. കുടുംബ ജീവിതത്തിനകത്ത് കയറി വരുന്ന ഒരു കാര്യമാണ് നിരാശയും സമ്മർദ്ദവും. ഈ നിരാശയും സമ്മർദ്ദവും കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആ ജീവിതം മുന്നോട്ട് പോകാൻ വളരെ മുടന്തരെ പോലെ പോകാൻ പറ്റത്തുള്ളൂ. മുടന്തൻ എന്താ? മറ്റുള്ളവരെ പോലെ നടന്നു പോകാൻ പറ്റത്തില്ല. എന്നാൽ മുടന്തൻ പ്രത്യേകത വീണും എഴുന്നേറ്റും എന്തിയും വലിഞ്ഞും ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം ഏറ്റവും ധന്യമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ കൂട്ടുക എന്നുള്ളത്. അടുത്തിരിക്കുന്ന ആർക്കും ഒന്ന് കൈ കൊടുത്തിട്ട് പറയാം, കമ്മ്യൂണിക്കേഷൻ ലെവൽ ഒന്ന് കൂട്ടണം. വേറൊരാൾക്കും കൂടെ ഓക്കെ. കരയല്ലേ പോയി. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. നേരത്തെ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ പുരുഷന്മാരും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ വളരെ വ്യത്യാസമുള്ളവരാണ്. എല്ലാവരും സമയം തുടങ്ങി ഞാനിങ്ങനെ എന്തോ ചെയ്യും. നിങ്ങളെ അനുവദിക്കും ക്ലാസ് എടുക്കാം. ഓക്കെ, ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ആശയവും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് റിസ്ക്കുള്ള ജോലിയും ചെയ്യാൻ സന്നദ്ധരാണ് ആര്? പുരുഷന്മാർ. എന്നാൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ കംഫർട്ട് സോണിലാണെങ്കിൽ മാത്രമേ ആ ജോലി ചെയ്യത്തുള്ളൂ. എല്ലാ സാഹചര്യവും അനുകൂലമായെങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ അവർ ആ ജോലി ചെയ്യാൻ കഴിയത്തുള്ളൂ. അതതിന്റെ മെക്കാനിസം. എന്നാൽ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് റിസ്ക്കുള്ള ജോലിയും അവർ ചെയ്യാൻ പ്രാപ്തരാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഇച്ചിരി കട്ടി കൂടിയ ഭാരമുള്ള ബാഗൊക്കെ നമുക്ക് ഈ സഹോദരന്മാരാ വരച്ചോണ്ട് പോകുന്നത്. മിക്കവാറും ഏതെങ്കിലും സഹോദരന്മാരെടുക്കുമോ? സഹോദരന്മാരുണ്ടെങ്കിൽ ഇല്ല. കാരണം അവരതിന് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. ഭാര്യമാരെ കൊണ്ട് അത് മിക്ക ഭർത്താക്കന്മാരെ എടുപ്പിക്കത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബലഹീന പാത്രമായതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് അത് എടുപ്പിക്കാത്തത്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയം, ഞാൻ എന്തിനാ ഈ പല ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നതെന്ന് അറിയാമോ? ഭാര്യയുടെ മെക്കാനിസം ഇതാണ്, ഭർത്താവിന്റെ മെക്കാനിസം ഇതാണ് എന്ന് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ പരസ്പരം മനസ്സിലാകുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം വളരെ ദൃഢമാകുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരി, നീ പറഞ്ഞത് തെറ്റാണെന്ന് ഇരുവരും വാദിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നമ്മൾ ഭവനത്തിനകത്ത് ഏകാധിപതികളോടെ പ്രവർത്തിച്ചാൽ, ഏകാധിപതിമാരായിട്ട് പ്രവർത്തിച്ചാൽ
ആ ഭവനത്തിനകത്ത് സന്തോഷം ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. പകരം പരസ്പരം നാം തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. ഞാൻ പറയുന്നത്, എന്റെ ഒരു ഭാഷ അനുസരിച്ച് ശ്രമിച്ചാൽ മതി, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, ഞാൻ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് പേരന്റിങ്ങിലൂടെയൊക്കെ ഞാൻ വരാൻ കർത്താവിൽ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവം ദാനമായി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ, അല്ലെ? ഈ കുഞ്ഞുങ്ങളെ ഈ കാലയളവിൽ വളർത്തുക എന്നത് ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമാണ്. ഈ കാലത്തിലെ ഏറ്റവും വലിയ റിസ്ക് വിദ്യാഭ്യാസം നേടുന്നതോ പൈസ സമ്പാദിക്കുന്നതോ ഒന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ വഴികളിൽ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എത്രയോ പേർ ആ കാലയളവിൽ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയവരാ. എത്ര പേർ പരാജയപ്പെട്ട് തോറ്റു തുന്നമ്പാടിയിരിക്കുക. പേരന്റിങ്ങിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ പേരന്റിങ്ങിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുരുവായിട്ട് നമ്മൾ നിൽക്കുക. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മുടെ ഗുരുക്കൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ അപ്പനും എന്നെ എങ്ങനെയാണോ വളർത്താൻ പഠിപ്പിച്ചത് അതുപോലെ, എന്നെ എങ്ങനെ വളർത്തിയോ അതുപോലെയാണ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നത്. എന്റെ അപ്പനും എന്നെ എങ്ങനെയാണോ ശിക്ഷിച്ചതോ അതുപോലെയാണ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നത്. എന്റെ അപ്പനും അമ്മയും എന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ ബിഹേവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾ ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്ത് ശ്വാസം അകത്തായിട്ടെടുത്ത് ശ്വാസം പുറത്തോട്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ മദറിന് ഒരു സ്വഭാവ വൈകല്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവ വൈകല്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവ വൈകല്യം നിങ്ങളുടെ അമ്മയുടെ ജീവിതത്തിലുണ്ട്. ഓക്കെ, നിങ്ങളത് ചിന്തിച്ചോ? ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ആ ചിത്രം വരട്ടെ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്കൊന്ന് നോക്കിയാൽ ആ സ്വഭാവ വൈകല്യം നിങ്ങളിലും ഉണ്ടാകും. അതേ സ്വഭാവം ഇല്ലേ? ചില തലവലിക്ക് എന്ത് പ്രശ്നം. അപ്പോൾ ഞാൻ ഈ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അമ്മയുടെ ആ സ്വഭാവ ഒരു വൈകല്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു? നമ്മൾ ചിലത് കണ്ടാ പഠിച്ചത്, ചിലത് കേട്ടാ പഠിച്ചത്, ചിലത് അനുഭവിച്ചറിഞ്ഞാ പഠിച്ചത്. അപ്പൊ നമ്മുടെ തലമുറയിലേക്ക് എന്തോ കൈമാറും, നമ്മള് ഇത് കൈമാറിയിരിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വഭാവ വൈകല്യമുള്ളവരായി നമ്മൾ മാറ്റണോ? മാറ്റരുത് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്റെ ആശയം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളെ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ അനുകരിച്ചാണ് പഠിക്കുന്നത്. സത്യത്തിൽ ഈ ആരാധനയിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പുറമോട്ട് തിരിഞ്ഞു നോക്കാറുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആശയം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നത് എന്തിനാ? നമ്മൾ എന്നിട്ട് പറയും, മുമ്പോട്ട് നോക്കണം, ചുറ്റുപാട് നോക്കാൻ പഠിച്ചിട്ട് മുമ്പോട്ട് നോക്കണം. അവര് പുറമോട്ടേ പോകും. കാരണം എന്റെ അപ്പനും അമ്മയും എവിടെ ഇരിക്കുന്നു അവിടേക്ക് മാത്രമേ അവർ നോക്കത്തുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ അവരെപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും ആരെയാണെന്നറിയാമോ? നമ്മളെ.
എൻ്റെ കുഞ്ഞ് ചെയ്യുന്നൊരു കാര്യം, ഞാൻ പ്രസംഗിക്കുന്നത് പോലെ മൈക്കൊക്കെ അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ കൂടെ ഒന്ന് മൈക്കൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ടേബിളിൻ്റെ മേളിൽ കൊണ്ടുവച്ചിട്ട് ആ പുൽപ്പിച്ചിലൊക്കെ കയറുന്നുണ്ട് എല്ലാവരും സ്വോത്രം പറയണം. 4 വയസ്സേ ഉള്ളൂ. എല്ലാവരും സ്വോത്രം പറയണം, എല്ലാവരും കൈ പൊക്കണം. ഞാൻ പറഞ്ഞു, ഇത് കുഞ്ഞ് എങ്ങനെ പഠിച്ചത്? ഞാൻ ചിലപ്പോൾ ഇട്ടുകൊണ്ട് നടന്ന ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്, എടുക്കാൻ വയ്യ. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ അല്ലേ? നമ്മുടെ ഷൂ ഒന്ന് ഊരിടാൻ കാത്തിരിക്കുക, ഇതികളൊന്ന് എടുത്തുകൊണ്ട് പോകാൻ. നമ്മളെടുക്കും ഇട്ടുന്ന ഷാൾ എടുത്ത് തലയിൽ കയറി കെട്ടും. അത് എന്തോ അറിഞ്ഞിട്ട് ഈ ഷാള് തലയിൽ കിട്ടുന്നത്? പ്രാർത്ഥിക്കാനോ ഏതോ ദിവസത്തിന്റെ വാക്യം അറിഞ്ഞിട്ടോ? അതോ ബൈബിൾ ധ്യാനിച്ചിട്ടാണോ? അല്ല, ആ വാക്യമൊന്നും അറിഞ്ഞിട്ടല്ല, ദൈവസഭയുടെ നിയമം അറിഞ്ഞിട്ടൊന്നുമല്ല അവര് തലയിൽ ഷാള് കെട്ടുന്നത്. അവരൊറ്റ കാര്യത്തിലാണ്. അവരുടെ അമ്മ, അവരുടെ വല്യമ്മച്ചി ചെയ്യുന്നത് കണ്ടിട്ട് അവരത് ചെയ്യുക. മനസ്സിലായി? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? പേരന്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയുള്ളവരാണെങ്കിൽ, മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ അവർക്ക് പിൻപറ്റാൻ കഴിയും. ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞിനോട് സംസാരിച്ചു. അതിന്റെ അനിയത്തിയോട് ഭയങ്കര വഴക്കാണ്. അതിന്റെ അനിയത്തിയോട് ഭയങ്കര വഴക്ക്. അപ്പോൾ ഷൗട്ട് ചെയ്ത് അങ്ങ് സംസാരിക്കുക. അപ്പൊ എന്നെ ഒരു ദിവസം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. പാസ്റ്ററെ, ഇവിടേക്ക് വരുന്നു, പ്രാർത്ഥിക്കണേ. എനിക്ക് എന്താ പറ്റി? ഇവള് ഒരു വിധത്തിൽ പറ്റുന്നില്ല. ഞാൻ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, മോനെ എന്താ പറ്റി? മോൻ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇവളോട് സംസാരിക്കുന്നത്? ഇവിടെ പറഞ്ഞു, ആശകളെ, എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും ഇതുപോലെ സംസാരിക്കുന്നത്. എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും ഇങ്ങനെ സംസാരിക്കുന്നു, അതുകൊണ്ട് ഞാനതുപോലെ സംസാരിക്കുന്നത്. കുഞ്ഞിനെ മനസ്സിലായെന്ന് അറിയാമോ? മറ്റൊരാളോട് സംസാരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കാമെന്ന, മറ്റൊരാളോട് ഇടപെടുമ്പോ ഇങ്ങനെ സംസാരിക്കാവുന്ന. നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല പേരന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകാപരമായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നല്ല പേരന്റാണ്. കഴിയുമോ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് മാതൃകാപരമായി നിൽപ്പാൻ കഴിയുമോ? ഓക്കെ. അപ്പോ മാതൃകാപരമായി നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇന്ന് മിക്ക വീടുകളിലും അപ്പനും അമ്മയല്ല വളർത്തുന്നത്, അപ്പച്ചനും അമ്മച്ചിയാണ് മിക്ക വീടുകളിലും കൊച്ചിനെ വളർത്തുന്നത്. ഇവിടെ ഇത് കുറവാക്കും അല്ലേ? പക്ഷെ നാട്ടിൽ എല്ലായിടത്തും വന്നത് എവിടെ ഞങ്ങളെ വിസിറ്റിംഗ് ചെല്ലുമ്പോഴെല്ലാം അപ്പച്ചനും അമ്മച്ചിയും 2 കുഞ്ഞുങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പേരന്റിങ് തുടങ്ങേണ്ടൊരു കാലയളവാ. ഗ്രാൻഡ് പേരന്റിങ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഗഹനമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേരന്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ മാതൃകയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ മാതൃകയുള്ളവരായിരിക്കും. നമുക്ക് പേരന്റിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു പേരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതിന്റെ വാക്കുകൾ വേഗത്തിൽ ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ഈ അതോറിറ്റേറിയൻ പേരന്റിങ് മിക്ക വീടുകളിൽ നടക്കുന്നത്. അതോറിറ്റേറിയൻ പേരന്റിങ് എന്താണെന്ന് പറയാമോ? അത് അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറഞ്ഞാൽ നീ ഒന്നും ഇങ്ങോട്ട് പറയരുത്, ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ കേട്ടോ. ഇതാണ് അതോറിറ്റേറിയൻ പേരന്റിങ്.
അവിടെ ഇത്തരം പേരന്റിങ്ങില് കുഞ്ഞുങ്ങളുടെ വാക്കുകൾക്കോ അവരുടെ വികാരങ്ങൾക്കോ അവരുടെ ഇഷ്ടങ്ങൾക്കോ ഒന്നിനും ഒരു സ്ഥാനവും ഇല്ല.